നമസ്കാരം, പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. വധശിക്ഷയ്ക്ക് വിധിച്ച് സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിനായി രംഗത്തിറങ്ങിയതിന് കാരണം അബ്ദുൾ റഹീമിന്റെ ഉമ്മയുടെ കണ്ണുനീർ മാത്രമല്ല എന്നും ഒരാൾ നൽകിയ കള്ളപ്പരാതിയിൽ ഒരു ദിവസം മുഴുവൻ സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്ന ആ ദാരുണാവസ്ഥ തനിക്കുണ്ടായി എന്നും പ്രതികരിച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറഞ്ഞത്. കുവൈറ്റിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തിയ സമയം പാർട്ട്ണർ ചതിച്ചു. കളവുകൾ ഞാൻ പിടിച്ചപ്പോൾ അടിയും വഴക്കുമൊക്കെ ഉണ്ടായി. അയാൾ എനിക്കെതിരെ കള്ളപ്പരാതി നൽകി. ഒരു ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. മുതൽ നഷ്ടപ്പെട്ടതിനൊപ്പം കള്ളപ്പരാതിയിൽ അവിടെ പോയിരിക്കേണ്ട അവസ്ഥ ഭയങ്കര വേദന തോന്നി. അതേസമയം ഞാൻ ഒരാളെ കൊന്നിട്ടാണ് 10-20 വർഷം ജയിലിൽ പോയി കിടക്കുന്നതെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. കുറ്റം ചെയ്യാതെ അവിടെ പോയി ഇരിക്കേണ്ട അവസ്ഥ. 18 വർഷം നിരപരാധിയാണെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ വേദന എന്തായിരിക്കും? തല അറക്കാൻ പോവുകയാണ്. എനിക്കറിയാം അതിന്റെ വിഷമം എന്താണെന്ന്. അങ്ങനെയാണ് ഞാൻ ഇതിൽ ഇടപെട്ടത്, ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. സ്പോൺസറുടെ ചലനശേഷിയില്ലാത്ത മകൻ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് 18 വർഷമായി സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുകയായിരുന്നു കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം. ജയിലിൽ നിന്ന് പുറത്തിറക്കാനായി ബോബി ചെമ്മണ്ണൂരിന്റെ നേതൃത്വത്തിൽ 34 കോടി രൂപ ദയാധനം നേരത്തെ സമാഹരിച്ചിരുന്നു. ഉടൻ അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമാകുമെന്നാണ് വിവരം. കേരളം കൈകോർത്ത് പിടിച്ച് സമാഹരിച്ച 34 കോടി രൂപ ദയാധനം കൈമാറിയതോടെ അബ്ദുൾ റഹീമിന് സൗദി യുവാവിന്റെ കുടുംബം മാപ്പ് നൽകുകയായിരുന്നു. വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള റിയാദ് ക്രിമിനൽ കോടതിയുടെ ഉത്തരവിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂരിനെ ഫോണിൽ വിളിച്ച് അബ്ദുൾ റഹീം നന്ദിയും അറിയിച്ചു. ഒരുപാട് നന്ദിയുണ്ടെന്നും ചെയ്തു തന്ന സഹായങ്ങൾ മറക്കാനാകില്ല എന്നും റഹീം പറഞ്ഞു. നാട്ടിൽ വരുമ്പോൾ നേരിൽ കാണാമെന്നും ബോബി ചെമ്മണ്ണൂരിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും റഹീം അറിയിച്ചു. അബ്ദുൾ റഹീമിന്റെ ഫോൺ കോൾ ബോബി ചെമ്മണ്ണൂർ ഇൻസ്റ്റാഗ്രാം വഴി പങ്കുവച്ചിരുന്നു. സൃഷ്ടാവിനോടാണ് നന്ദി പറയേണ്ടതെന്നും തന്നോട് നന്ദി പറയേണ്ട ആവശ്യമില്ല എന്നും ബോച്ചെ പറഞ്ഞു. ഇനി നാട്ടിൽ വന്ന ശേഷം ഓട്ടോറിക്ഷ ഓടിക്കാനോ കഷ്ടപ്പെടാനോ പോകേണ്ട എന്നും ഒരു ബിസിനസ് പങ്കാളിയാക്കി കച്ചവടമൊക്കെ ശരിയാക്കി തരാമെന്നും ബോച്ചെ റഹീമിനെ അറിയിച്ചു. അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് കഴിഞ്ഞ പെരുന്നാൾ കാലത്താണ് മലയാളികൾക്കായി അയച്ച് സംഭാവന നൽകി 34 കോടി രൂപയും സമാഹരിച്ചത്. ഇതിനായി രൂപീകരിച്ച ട്രസ്റ്റിന്റെ അക്കൗണ്ടിൽ മൊത്തം 47 കോടിയിലേറെ രൂപയാണ് ലഭിച്ചത്. അതിൽ നിന്നാണ് ദയാധനം വിദേശ മന്ത്രാലയത്തിന് കൈമാറിയത്. അവിടെ നിന്ന് 1.5 കോടി റിയാലിന്റെ ചെക്ക് സൗദി കോടതിക്ക് കൈമാറിയിരുന്നു. 1 കോടിയിലേറെ രൂപ വക്കീൽ ഫീസായും മറ്റും ചെലവായി. ഇരുവിഭാഗം അഭിഭാഷകരും എംബസി ഉദ്യോഗസ്ഥരും കോടതിയിൽ ഹാജരായി. ഓൺലൈനായാണ് കോടതി റഹീമുമായി സംസാരിച്ചത്. ചെക്ക് കോടതി ഷഹ്രിയുടെ കുടുംബത്തിന്റെ അറ്റോർണിക്ക് കൈമാറി. റഹീമിന് മാപ്പ് നൽകാമെന്ന കുടുംബത്തിന്റെ സമ്മതപത്രം റിയാദ് ഗവർണറേറ്റിന് കോടതി കൈമാറും. അതേസമയം വധശിക്ഷ റദ്ദാക്കിയെങ്കിലും നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ മാത്രമേ റഹീമിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാവൂ.